നമസ്കാരം ഹരിസ. എന്താണ് ബംഗാളിലെ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്? അവിടെ സർക്കാരുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കലാപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാരുകൾക്ക് കഴിയാത്തത്? എന്തായിരിക്കും സാർ ഇതിന് പിന്നിലെ കാരണങ്ങൾ? അതുമാത്രമല്ല, ഇനി ഒരു പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടാണോ? എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് സാർ? ബംഗാളിലെ മുർഷിദാബാദും സൗത്ത് 24 പർഗാനാസും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന കലാപങ്ങൾ അനിതര സാധാരണവും, അതായത് തീർത്തും അസാധാരണവും, അതുപോലെ തന്നെ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന്റെ ഒരു പരിപൂർണ തകർച്ചയുമാണ് കാണിക്കുന്നത്. അവിടെ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടതാണോ അതോ ബോധപൂർവം കണ്ണടയ്ക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിലെ ജില്ലകളായിട്ടുള്ള മുർഷിദാബാദ്, അതുപോലെ മറ്റു ചില പ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ വന്നിരിക്കുന്ന ഡെമോഗ്രഫിക് ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ഹിന്ദു വിരുദ്ധ കലാപങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും മുർഷിദാബാദ് ജില്ലയിൽ ഏതാണ്ട് 66% മുസ്ലിങ്ങൾ ഇന്ന് ഉണ്ടെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നു 60% ജനസംഖ്യയുടെ 60%-ലധികം മുസ്ലിങ്ങളാണ് എന്നുള്ളതിൽ തർക്കമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കലാപത്തെ ശക്തമായി നിയന്ത്രിക്കുന്നതിന് പകരം അവിടുത്തെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്, അവിടുത്തെ ഭരണകക്ഷി നേതാക്കന്മാരിപ്പോൾ ചെയ്യുന്നത്, ഈ പറയുന്ന കലാപകാരികളുടെ മുന്നിൽ കണ്ണുനീരോടെ കൂപ്പുകയോടെ അപേക്ഷിക്കുന്ന ഒരു ദയനീയ ചിത്രമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മഹുവ മൊയ്ത്രയെ പോലുള്ള ഒരു MP, അത് തൃണമൂലിന്റെ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമെന്നോ കടുവയെന്നോ ഒക്കെ പറയപ്പെടുന്ന ഈ മഹുവ മൊയ്ത്ര കലാപകാരികളുടെ മുന്നിൽ കണ്ണുനീരും തൊഴുകയുമായിട്ട് നിന്നുകൊണ്ട് അവർ പറയുന്നത് മുസ്ലിങ്ങളുടെ ചില സെൻസിബിലിറ്റീസ്, വികാരങ്ങൾ വ്രണപ്പെട്ടു വഖഫ് നിയമ ഭേദഗതിയോടെ എന്നുള്ളത് എനിക്ക് അറിയാം, പക്ഷേ ദയവായിട്ട് കലാപങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നൊക്കെയാണ്. നാണമില്ലല്ലോ ഭരണകക്ഷിയുടെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവിന്, ഒരു MPക്ക് ഇത്തരം പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ? പിന്നെ എന്തിനാണ് ഇവർ സർക്കാരിന്റെ ചുമതലയുള്ളത്? ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? മമതാ ബാനർജി പിന്നെ മുഖ്യമന്ത്രിയെ തുടരുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ചു നാളിന് മുമ്പ് സന്ദേശ് ഹരിയിൽ എന്താണ് നടന്നത്? ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂലിന്റെ ഒരു നേതാവ് ഇത്ര ഇതുപോലെ തന്നെ നിർലജ്ജം ഭീകരമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അവിടെ നടത്തിയിരുന്നു. അന്നും മമതാ ബാനർജി സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ ഇതാണ് ഈ കലാപകാരികൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി ബംഗാളിനെ മാറ്റുന്നത്. നമുക്ക് മുർഷിദാബാദിലേക്ക് തിരിച്ചു വരാം. ഈ മുർഷിദാബാദ്, ഞാൻ മനസ്സിലാക്കുന്ന ഈ മുർഷിദാബാദ് ജില്ലയിലെ 2 അതിലധികമോ ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ മുർഷിദാബാദ് ജില്ലയിൽപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു ബഹ്റാംപൂർ. ഈ ബഹ്റാംപൂരിനെ പണ്ട് പ്രതിനിധാനം ചെയ്തത്, ഈ 2024 മുമ്പ് വരെ പ്രതിനിധീകരിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആധിർ രഞ്ജൻ ചൗധരിയാണ്. അദ്ദേഹം ബംഗാൾ PCC പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു. അങ്ങനെയൊക്കെ സുപ്രധാന പദവികൾ വഹിച്ചിരുന്ന ആധിർ രഞ്ജൻ ചൗധരി ഈ കഴിഞ്ഞ 2024 അദ്ദേഹം പരാജയപ്പെട്ട കാരണം എന്താണെന്ന് ആധിർ രഞ്ജൻ ചൗധരി തന്നെ വ്യക്തമാക്കി. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നത്. ഇത്രകാലവും ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തിൽ അത് ഹിന്ദു മുസ്ലിം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത് 52% മുസ്ലിങ്ങൾ എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ എണ്ണം കുറയുകയും മുസ്ലിം എണ്ണം കൂടുകയും ചെയ്തു ജനസംഖ്യയിൽ, അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ. അങ്ങനെ വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഗുജറാത്തുകാരനായ നമ്മുടെ പഴയ ക്രിക്കറ്റ് കളിക്കാരൻ യൂസഫ് പത്താനെ അവിടെ കൊണ്ടുവരുന്നു. അദ്ദേഹം ആദ്യ ഇലക്ഷനിൽ തന്നെ അവിടുന്ന് ജയിച്ചു കയറി. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും വർഷങ്ങളോളം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ആളും, അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി കോൽക്കത്തയിലും ദില്ലിയിലും ഒക്കെ പോരാടിയ ആധിർ രഞ്ജൻ ചൗധരി
70,000-ലധികം വോട്ടുകൾക്ക് അവിടെ തോറ്റുപോയി. ഇത് കാണിക്കുന്നത് എന്താണ്? അതായത് മതം അടിസ്ഥാനമാക്കി തന്നെയാണ് അവിടെ വോട്ടിംഗ് നടന്നത്. യൂസഫ് പത്താൻ എന്ന് പറയുന്ന നാട്ടുകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ പോലും തങ്ങൾക്ക് വേണ്ടി ഇതുവരെ പോരാടിയ ആദിർ രഞ്ജനെ പുറത്താക്കിക്കൊണ്ട് അവിടുത്തെ വോട്ടർമാര്, ഒരു പ്രത്യേക സമുദായത്തിലെ വോട്ടർമാര് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒരൊറ്റ പരിഗണന മാത്രം കൊടുത്ത് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത യൂസഫ് പത്താനെ അവിടുന്ന് ജയിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകടം മമതയ്ക്കുമുണ്ട്. കാരണം ഈ പറയുന്ന അതിർത്തി ജില്ലകൾ, ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പല പ്രദേശങ്ങളിലും, ഞാൻ ഈ പറഞ്ഞ മുർഷിദാബാദിൽ മാത്രമല്ല, ഇപ്പോൾ 24 സൗത്ത് പർഗാനാസിലൂടെ ഈ പറയുന്ന കലാപം വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബംഗാളിലെ ഓരോ രാഷ്ട്രീയക്കാരനും മനസ്സിലാകേണ്ടത്, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് അവർ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ തൽക്കാലത്തെ എന്തെങ്കിലും പ്രയോജനം അവർക്ക് കിട്ടും. പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ ഒരു ജില്ലയിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് ആ ജില്ലയിൽ സർക്കാരില്ല, പോലീസിന് പ്രവേശനമില്ല, മറ്റ് യാതൊരു നിയമ സംവിധാനങ്ങളുമില്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന നിയമവ്യവസ്ഥ കംപ്ലീറ്റ് തകർന്നു പോകും. പിന്നെ അവിടെ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതുപോലെ മതമൗലികവാദ ഗ്രൂപ്പുകളുടെയും മാത്രം ഭരണമായിരിക്കും നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ആൾക്കാരാണ് മുർഷിദാബാദിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ വ്യാഖ്യാനം വരുന്നത്. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. മുർഷിദാബാദിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർ, തീവ്രവാദികളും മതമൗലികവാദികളും ഉൾപ്പെടെയുള്ളവരാണ് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത്. റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ഇതിലൊരു പങ്കുണ്ട്. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇതിലെ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അവർ ഉന്നയിക്കാൻ പോകുന്ന, അതായത് ഇതിലെ കലാപകാരികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ഉന്നയിക്കാൻ പോകുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിൽ നിന്നും വന്ന അനധികൃത കുടിയേറ്റക്കാരാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അവർ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം തിരികെ പോയിരിക്കുന്നു, ഇനി മറ്റൊന്നും ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും യഥാർത്ഥ കലാപകാരികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. സന്ദേശ് ഖലീലും അത് തന്നെയായിരുന്നു. അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് CPM ഇതേ തന്ത്രം പയറ്റിയിരുന്നു. CPM ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്ക്, അതിക്രമിച്ച് കയറിയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്കെല്ലാം തന്നെ റേഷൻ കാർഡും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും കൊടുത്തു. ഇന്ന് അവര് ഭൂരിപക്ഷമായപ്പോൾ അവർക്ക് CPM-നെ വേണ്ട. കാരണം ഇപ്പൊ CPM-ന്റെ സഹായം അവർക്ക് ആവശ്യമില്ല. അവർക്ക് സ്വന്തം കാലം നിൽക്കാം. CPM-നായിട്ട് അവരുടെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ടതിൽ ഹിന്ദുക്കളായ CPM-ന്റെ അണികളുമുണ്ട്. CPM-ന്റെ പശ്ചിമബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം അവിടെ പോയിട്ട് ആ വീടുകളിലൊക്കെ ഇരിക്കുന്ന പടം മിക്ക പത്രങ്ങളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത്, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അവരുടെ കൈവശമായി ഇന്ന് പല പ്രദേശങ്ങളുടെയും നിയന്ത്രണം. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്രമണമാണ്. പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യമോ അല്ലെങ്കിൽ തീവ്രവാദികളോ ആക്രമിക്കുമ്പോൾ ഇവിടെ സമാധാനപൂർവ്വം ഇതിനകത്തിൽ നുഴഞ്ഞു കയറുന്ന ആൾക്കാര് പിന്നീട് ഇവിടെ താമസമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അവരുടെ സമാധാന രൂപം മാറിയിട്ട് അവരുടെ യഥാർത്ഥ രൂപം വെളിയിൽ വരുന്നു. നമ്മൾ ഈ പണ്ട് കഥകളിലൊക്കെ വായിക്കും, ചില യക്ഷികളൊക്കെ നമ്മൾ മുന്നിലേക്ക് വരുന്നത് സുന്ദരികളായ സ്ത്രീകളുടെ രൂപത്തിലായി. കുറച്ച് കഴിയുമ്പോൾ അവര് അവരുടെ തനി സ്വരൂപം കാണിക്കും. അതുപോലാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെല്ലാം തന്നെ അവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുർഷിദാബാദ് ജില്ല ഇന്ന് രാഷ്ട്രീയമൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. മുർഷിദാബാദിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ആദിർ രഞ്ജൻ ചൗധരിക്ക് നേരിട്ട തിരിച്ചടി അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമാണ്. ഈ മുർഷിദാബാദ് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഈ കലാപം നടക്കുന്നതിന്റെ തൊട്ടടുത്ത പ്രദേശമാണ്. ഇപ്പോൾ ഈ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂസഫ് പത്താൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബഹ്റാംപൂർ MP അദ്ദേഹം വളരെ സമാധാനപൂർവ്വം ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഫോട്ടോ ഒക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് അതൊരു സന്ദേശമാണ്, അതൊരു രഹസ്യ സന്ദേശമാണ് കലാപകാരികൾക്ക് എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദിർ രഞ്ജൻ ചൗധരി തന്നെ ഉന്നയിച്ച, ഞാൻ പറഞ്ഞ BJP-കാരും കോൺഗ്രസ് നേതാവായ ആദിർ രഞ്ജൻ ചൗധരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, പശ്ചിമബംഗാൾ സർക്കാർ തന്നെയാണ് ഈ മുർഷിദാബാദിലെ കലാപത്തിന് പിന്നിൽ. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കും പശ്ചിമബംഗാൾ സർക്കാർ ഈ കലാപം വ്യാപിപ്പിക്കുമെന്നും, അങ്ങനെ വരുന്ന 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും മുസ്ലിം വോട്ട് മുഴുവൻ തൃണമൂൽ കോൺഗ്രസിന് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ബംഗാളിന്റെ പല പ്രദേശങ്ങളുടെയും നിയന്ത്രണം പോലീസിനും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ അതോറിറ്റീസിനും ഒക്കെ നഷ്ടപ്പെടും എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും ഇതിന് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് AFSPA
ആ ഒരു പിന്നെ നിയമം ബംഗാളിലെ പല ജില്ലകളിലും നടപ്പാക്കാതെ ഇനി അവിടുത്തെ ഹിന്ദുക്കൾക്ക് രക്ഷയുണ്ട് എന്ന് തോന്നുന്നില്ല. തൽക്കാലം രാഷ്ട്രപതി ഭരണമൊന്നും ഏർപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി ബൊമ്മെ കേസിന് ശേഷം ആ ബൊമ്മെ കേസിലെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അത് വളരെ ബുദ്ധിമുട്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ബംഗാള് കലാപ കലുഷിതമാകാൻ തന്നെയാണ് സാധ്യത. ഈ തൃണമൂൽ കോൺഗ്രസ് ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കാൻ നിലനിർത്താൻ ശ്രമിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.